ഹലോ. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ ചാപ്റ്ററിലേക്ക് കിടക്കാം. നമ്മൾ ചാപ്റ്ററിൻ്റെ പേരാണ് പബ്ലിക് ഫിനാൻസ്. ശ്രദ്ധിക്കുക, പബ്ലിക് ഫിനാൻസ്. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ 4 യൂണിറ്റ്സ് ആണുള്ളത്. യൂണിറ്റ്സിൻ്റെ എണ്ണം 4ആണ്. എല്ലാം ഒരു തിയറി പാർട്ടാണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ യൂണിറ്റ്സുകളാണുള്ളത്. തിയറി പാർട്ട് ഉണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് യൂണിറ്റിലേക്ക് തന്നെ കിടക്കാം. സിമ്പിൾ ചാപ്റ്ററാണ്, പക്ഷേ അതിൽ കുറച്ച് തിയറി പോർഷൻസ് ഉണ്ട്. ഓക്കെ, ഫിസ്ക്കൽ ഫങ്ഷൻസ് ആൻഡ് ഓവർവ്യൂ. ഫിസ്ക്കൽ ഫങ്ഷൻസ് ആൻഡ് ഓവർവ്യൂ ഇതാണ് ഫസ്റ്റ് യൂണിറ്റിൻ്റെ പേര്, യൂണിറ്റ് 1. ഓക്കെ, സ്റ്റേറ്റ് ആൻഡ് സെൻട്രൽ ഫിനാൻസ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ചാപ്റ്ററിൻ്റെ കണ്ടന്റിലേക്ക് കടക്കാം. സമയം കളയാതെ ചാപ്റ്ററിൻ്റെ കണ്ടന്റിലേക്ക് കടക്കാം. എൻ്റെ ചോദ്യം ഇതാണ്. ഫസ്റ്റ് വൺ, നമ്മൾ ഇതിൽ ഒരു മാർക്കറ്റിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സാറേ, മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. സാർ നിങ്ങളൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, സാർ എന്താണ് മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സാധനങ്ങൾ തരാനും അല്ലെങ്കിൽ സാധനങ്ങൾ വിൽക്കാനുമുള്ള ഒരു സ്ഥലത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൻ്റെ പേരാണ് മാർക്കറ്റ്. ഞാൻ എന്തുകൊണ്ടാണ് സ്ഥലത്തിൻ്റെ എന്ന് പറയാത്തത് എന്ന് വെച്ചാൽ, സ്ഥലമല്ല, മാർക്കറ്റിന് ഒരു പെർട്ടിക്കുലർ ജോഗ്രഫിക്കൽ പ്ലേസ് വേണമെന്നില്ല. ഓൺലൈൻ മാർക്കറ്റിൽ ഒരു പ്രത്യേക പ്ലേസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ മാർക്കറ്റിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ശ്രദ്ധിക്കണം, മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വന്നു പോകാൻ പറ്റുന്ന മാർക്കറ്റ് ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഫ്രീ മാർക്കറ്റാണെന്ന് പറയും. ദർ ഇസ് നോ റെഗുലേഷൻസ്, ദർ ഇസ് നോ റെസ്ട്രിക്ഷൻസ് ആണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മൈക്രോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എൻ്റെ ചോദ്യം ഇതാണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് ഇല്ലേ? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്. സാറേ, എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ? ആ വേർഡിൽ തന്നെ ഉണ്ട്, ഇറ്റ് ഈസ് പെർഫെക്റ്റ്. അതാ, ദാറ്റ് ഈസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? പറ. പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദർ ഈസ് നോ പ്രോബ്ലം. ഒരു പ്രശ്നം ഉണ്ടാവില്ല, എല്ലാവർക്കും ഫുള്ളി സാറ്റിസ്ഫൈഡ് മാർക്കറ്റാണ്. എല്ലാ തരത്തിലും ആ മാർക്കറ്റിൽ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. ആർക്കും ഒരു പ്രശ്നവും ഇല്ലാത്ത, കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത മാർക്കറ്റായിരിക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? ദർ ഈസ് നോ മാർക്കറ്റ് ഫെയിലിയർ. ആ മാർക്കറ്റ് ഒരിക്കലും നമുക്ക് എന്താ പറയാൻ പറ്റില്ല? മാർക്കറ്റ് ഫെയിലിയർ ആണെന്ന് പറയാൻ കഴിയില്ല. ദർ ഈസ് നോ മാർക്കറ്റ് ഫെയിലിയർ. അവിടെ ഒരു മാർക്കറ്റ് എന്താ? നിങ്ങളൊരു സാധനം വേണമെന്ന് പോയി പറഞ്ഞാൽ ആ സാധനം അവിടെ ഉണ്ടാവും. നിങ്ങൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ സാധനം നിങ്ങൾക്ക് കിട്ടും. അതാണ് എന്ത്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, ദാറ്റ് ഈസ് പെർഫെക്റ്റ് മാർക്കറ്റ്. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്നത് മാർക്കറ്റിനെ കുറിച്ചാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പറയാൻ പോകുന്നത് പ്രശ്നങ്ങളുള്ള മാർക്കറ്റ്. സാറേ, അപ്പുറത്തൊരു പ്രശ്നങ്ങളില്ലാത്ത മാർക്കറ്റില്ലേ? അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ്, ദാറ്റ് ഈസ് ഐഡിയൽ മാർക്കറ്റ്. അതൊരു ഐഡിയൽ മാർക്കറ്റാണ്. അതിൻ്റെ അർത്ഥം എന്താ? പ്രശ്നങ്ങളില്ലാത്ത മാർക്കറ്റ് ഇല്ല. നമ്മൾ പറയുന്നത് റിയൽ മാർക്കറ്റാണെന്നാണ് അർത്ഥം. നമ്മൾ പറയുന്നത് നിലവിൽ പ്രാക്ടിക്കലി ഉള്ളതാണ്. പ്രശ്നങ്ങളില്ലാത്ത ഒരു മാർക്കറ്റുള്ള, അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിയൽ സാധനങ്ങൾ പറയാം. ഒരു അസംഷൻ എടുക്കണ്ട, റിയൽ സാധനം. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ജസ്റ്റ് ഒരു അസംഷനാണ്. ഒരു പ്രശ്നങ്ങളും ഇല്ല, ആർക്കും ഒരു കുഴപ്പമില്ല, എല്ലാ സാധനങ്ങളും എപ്പോൾ വേണമെങ്കിൽ ചോദിച്ചാൽ കിട്ടും. പ്രൈസ് കൂടുതലാവില്ല, പ്രൈസ് കുറവാവില്ല, എല്ലാവരും ഭയങ്കര സർവ്വസന്തുഷ്ടയായി ജീവിക്കുന്ന ഒരു മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അങ്ങനെ ഒരു മാർക്കറ്റ് ഇല്ല. ഇപ്പോൾ നമുക്ക് റിയൽ മാർക്കറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി ശ്രദ്ധിക്കട്ടെ എല്ലാവരും, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. മാർക്കറ്റിലേക്ക് രണ്ടാളുകൾ ഇങ്ങനെ ഉറ്റുനോക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒന്ന് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ. പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ മാർക്കറ്റിലേക്ക് വരാൻ നോക്കുകയാണ്. മാർക്കറ്റിലേക്ക് ഇങ്ങനെ വരും. എന്തിന്? ടു സെൽ, അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എന്തിനാണ് വരുന്നത് വെച്ചാൽ കച്ചവടം ചെയ്യാൻ, ടു ഡു എക്കണോമിക് ആക്ടിവിറ്റീസ് അങ്ങനെയൊക്കെ പറയാം. അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണ് ആര്? ഗവൺമെൻറ്. ഇനി ഒന്നിലേക്ക് അപ്പോൾ കച്ചവടം ചെയ്യാൻ വരുന്ന ആളാണ് ഒന്ന് എന്നെ പോലെ നിങ്ങളെ പോലെ എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകളാണ് കച്ചവടം ചെയ്യാൻ വരുന്നത്. രണ്ടാമത് വരുന്നത് ആരാ? പറ. രണ്ടാമത് വരുന്നതാണ് ഗവൺമെൻറ്. രണ്ടാമത് വരുന്ന ആളെ നമ്മൾ പറഞ്ഞത് ആരാന്ന് പറഞ്ഞത്? ഗവൺമെൻറ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഫസ്റ്റ് ആളെ പറഞ്ഞത് ആരാ? പ്രൈവറ്റ്. രണ്ടാമത്തെ ആരാ? ഗവൺമെൻറ്. ഇനി നോക്കൂ, ഈ മാർക്കറ്റിലേക്ക് ഇവർ വരുമ്പോൾ ആസ് പെർ ആഡം സ്മിത്ത്, നിങ്ങളെന്താ പെട്ടെന്നൊരു ആഡം സ്മിത്തിനെ പറയാറ്? നമ്മളിവിടെ പറയുന്നത് ആഡം സ്മിത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് പറയുന്നത്. ആഡം സ്മിത്ത് എന്ന് പറഞ്ഞാൽ ആരാ? ഫാദർ ഓഫ് എക്കണോമിക്സ്. അപ്പോൾ ഇയാളൊരു
ട്രഡീഷണൽ ആയിരിക്കും. ഫാദർ ഓഫ് എക്കണോമിക്സ് ആണ്, എക്കണോമിക്സ് ഉണ്ടായ കാലത്തുള്ള ആളായിരിക്കും. അപ്പോൾ ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. അതായത് ഇയാൾ പറഞ്ഞത് എന്താ പറയുക, ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ ആര് മാത്രം മതി, പ്രൈവറ്റ് ആയിട്ടുള്ള ആൾ മതി, ആരിടപെടണ്ട, ഗവൺമെൻറ് ഇടപെടണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താ, ആഡം സ്മിത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാൾ പറയുന്നത് ഒരു മാർക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ ആര് വാ പൊളിച്ച് വന്ന് നിൽക്കരുത്, ഗവൺമെൻറ് വാ പൊളിച്ച് നിൽക്കരുത്, പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും, അത് ഏറ്റെടുത്ത് നടക്കും. അപ്പോൾ ആഡം സ്മിത്തിനോട് ഒരു ചോദ്യം ചോദിക്കണം, രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ മാർക്കറ്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യും, മാർക്കറ്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യും, മാർക്കറ്റ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത്, മാർക്കറ്റ് എങ്ങനെ നടക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റ് വിൽ ഫങ്ഷൻ ഓട്ടോമാറ്റിക്കലി. അതെന്താ, മാർക്കറ്റ് അങ്ങനെ നടന്നോളും. അയാളുടെ സ്റ്റേറ്റ്മെന്റ്, മാർക്കറ്റ് എങ്ങനെയാണ് നടക്കുക, മാർക്കറ്റ് അങ്ങനെ നടന്നോളും എന്നാ പറയുന്നത്. അതായത് മാർക്കറ്റിൽ നിങ്ങൾക്കൊരു സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഡിമാൻഡ് ചെയ്തു, മാർക്കറ്റ് ഡിമാൻഡ് ചെയ്തു, നിങ്ങൾക്ക് ആ സാധനം അവിടെ തന്നെ സപ്ലൈ ചെയ്യും. നിങ്ങളടുത്ത് പൈസ ഉണ്ടെങ്കിൽ അത് സപ്ലൈ ചെയ്യും. അപ്പം മാർക്കറ്റ് എന്ത് ചെയ്യും, അത് സ്വമേധയാ, മാർക്കറ്റ് ഡിമാൻഡ് ആൻഡ് മാർക്കറ്റ് സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, മാർക്കറ്റ് ഫോഴ്സസ്. അതായത് ശ്രദ്ധിച്ചോ, നിങ്ങൾക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ആ സാധനം കിട്ടും. അതിൽ ആരിടപെടേണ്ട, ഗവൺമെൻറ് വന്ന് ഇടപെടേണ്ട കാര്യം ഇല്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, മാർക്കറ്റിൽ ആരിടപെടുന്നില്ല, ഗവൺമെൻറ് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇതിനൊരു വേർഡ് പറയുന്നു, ലൈസസ് ഫെയർ, നോട്ട് ഇന്റർഫിയർ ഓഫ് സ്റ്റേറ്റ് ഇതിൽ ഇടപെടരുത്. അതാണ് എന്ത്, ലൈസസ് ഫെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. അതായത് എന്താ, ആഡം സ്മിത്ത് എന്താ പറയുന്നത്, ഞങ്ങളുടെ മാർക്കറ്റിൽ, പ്രൈവറ്റ് ആയുള്ള ഒരു മാർക്കറ്റിൽ ഞങ്ങൾക്കറിയാം, മാർക്കറ്റിൻ്റെ രീതിയിൽ എന്ത് ചെയ്യും, പ്രവർത്തിച്ചോളൂ. അവിടെ ആര് വന്നിട്ട് എന്ത് ചെയ്യണ്ട, വലിയ ഷോ കാണിക്കണ്ട, ആര് വന്നിട്ട് ഷോ കാണിക്കണ്ട എന്നാണ് പറയുന്നത്. ഗവൺമെൻറ് വന്നിട്ട് എന്ത് ചെയ്യണ്ട, അവിടെ വന്ന് വല്ലാണ്ട് ഷോ കാണിക്കരുത് എന്നാണ് ആര് പറയുന്നത്, ആഡം സ്മിത്ത് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കൺക്ലൂഷൻ എഴുതാം ഇതിൻ്റെ ഇതിലുള്ള കൺക്ലൂഷൻ. ഫസ്റ്റ് കൺക്ലൂഷൻ എന്താ, ആഡം സ്മിത്ത് എന്താണ്, സപ്പോർട്ടർ ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. സാറേ എന്താണ് ക്യാപിറ്റലിസ്റ്റ് എക്കണോമി പറഞ്ഞാൽ, പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം കച്ചവടം ചെയ്യുന്ന ഒരു എക്കണോമിയെ വിളിക്കുന്ന പേരാണ് എന്ത്, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി. അയാൾ എന്താ പറഞ്ഞത്, സപ്പോർട്ടർ ഓഫ് ക്യാപിറ്റലിസ്റ്റ്. രണ്ടാമത് എന്താ, അയാൾ എന്ത് ലിമിറ്റഡ് റോളാണ്, ആർക്ക് ലിമിറ്റഡ് റോൾ ഓഫ് ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിന് എന്താ റോൾ തന്നെ വളരെ ചുരുക്കമാണ്, റോൾ മര്യാദ കൊടുക്കുന്നില്ല എന്നാണ് അർത്ഥം. ക്ലിയർ ആണോ? അപ്പോൾ ഒരു കാര്യം ചോദിച്ചു, മാർക്കറ്റ് എങ്ങനെ, രണ്ട് ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് ചോദ്യം എന്താ, ഹൗ മാർക്കറ്റ് ഫങ്ഷൻ, എങ്ങനെ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യും എന്നാണ് ഫസ്റ്റ് ചോദ്യം. ഹൗ മാർക്കറ്റ് വിൽ ഫങ്ഷൻ, എങ്ങനെ മാർക്കറ്റ് ഫങ്ഷൻ ചെയ്യും, അതാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, എന്നാലും ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. എന്താണ്, ഇയാളെന്ത് ചെയ്തു, തടഞ്ഞു നിർത്തുന്നത്. നിങ്ങൾ കച്ചവടം ചെയ്യണം, നിങ്ങൾ വരണ്ട കേട്ടോ എന്ന് ആര് പറഞ്ഞു, നമ്മളെ ഡാഡി ഓഫ് എക്കണോമിക്സ് ആഡം സ്മിത്ത് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ ഒരു ചോദ്യമാണ്, ആഡം സ്മിത്തിനോട് ചോദിക്കുന്ന ചോദ്യമാണ്, വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗവൺമെൻറ്. കച്ചവടം ചെയ്യല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താ, അതിനൊരു ഉത്തരം വേണ്ടേ, നിങ്ങളിത് ചെയ്യണ്ട, നിങ്ങളെ പണി അതാണ് എന്ന് ആര് പറയണം, ആഡം സ്മിത്ത് പറയണം. അതായത് സർ, ആഡം സ്മിത്തിനോട് ചോദിക്കുകയാണ്, സർ വാട്ട് ഈസ് ദ റോൾ ഓഫ് ഗവൺമെൻറ്റിൻ്റെ റോൾ എന്താണ്. അപ്പോൾ ആഡം സ്മിത്ത് പറയുകയാണ്, ശ്രദ്ധിച്ചോ, അപ്പോൾ ആഡം സ്മിത്ത് പറയും എന്ത്, ഗവൺമെൻറ്റിൻ്റെ പണി എന്ന് പറഞ്ഞാൽ രാജ്യത്തിനെ നോക്കുക, അതായത് നാഷണൽ ഡിഫൻസ് ആണ്, രാജ്യം നന്നായിട്ട് നോക്കുക. സാറേ അതെങ്ങനെ, എക്സ്റ്റേണൽ വയലൻസ് ഉണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യുക, രാജ്യത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊട്ടക്റ്റ് ഫ്രം എക്സ്റ്റേണൽ വയലൻസ് എന്ത് ചെയ്യണേ, പ്രൊട്ടക്റ്റ് ചെയ്യുക. സാറേ രണ്ടാമത്തെ എന്താ, ഓക്കെ ഒരു പണി അത്. രണ്ടാമത്തെ എന്താ, മെയ്ക്ക്, ഇവിടെ കച്ചവടത്തിൽ വന്നിട്ട് കാര്യങ്ങൾ ചെയ്യാതെ മേക്സ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, നിയമം ഉണ്ടാക്കണോ, ഇവിടെ ഒന്ന് കച്ചവടം ചെയ്യാതെ പോയി നിയമം ഉണ്ടാക്കണോ. അല്ലെങ്കിൽ മേക്ക്, ശ്രദ്ധിച്ചോ, മേക്ക് റോഡ്, ബ്രിഡ്ജ്, ഡാം, ഹോസ്പിറ്റൽ, പോലീസ് സ്റ്റേഷൻ, ഈ വക സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാതെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇവിടെ വന്ന് കച്ചവടം ചെയ്യണ്ട എന്ന് വ്യക്തമായി ആര് പറഞ്ഞു, വ്യക്തമായി ആര് പറഞ്ഞു, ആഡം സ്മിത്ത് പറഞ്ഞു. ഇതാണ് ആഡം സ്മിത്തിൻ്റെ
പോയിന്റ് ഓഫ് വ്യൂ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ആഡം സ്മിത്തിൻ്റെ പക്കാ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്. ഓക്കെ, ആഡം സ്മിത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ഇതാണ്. അപ്പോൾ നമ്മൾ ആഡം സ്മിത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ആഡം സ്മിത്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇനി എന്നാലും നമുക്ക് കുറച്ച് കാര്യം കൂടി ഇവിടെ പറയാം. നമുക്ക് ഇവിടെ ഒരു കൺക്ലൂഷൻ കൊടുത്തു നോക്കാം. എന്ത് കൺക്ലൂഷനാണ് ഇവിടെ കൊടുക്കുക? നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ സാധനത്തിൻ്റെ കൺക്ലൂഷനാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണേ. ഇവിടെ ഇയാൾ എന്താ പറഞ്ഞത്? ഇയാൾ എന്താ പറഞ്ഞത്? ശ്രദ്ധിക്കണേ, ആര് മാത്രം വന്നാൽ മതി എന്നാ പറഞ്ഞത്? പ്രൈവറ്റ്. ആര് വരണ്ടെന്നാ പറഞ്ഞത്? ഗവൺമെൻറ്. ഇനി എൻ്റെ ഒരു കൺക്ലൂഷൻ പറഞ്ഞത്, ഒരു കൺക്ലൂഷൻ എന്തായിരിക്കും? പ്രൈവറ്റ് മാത്രമായിട്ടുള്ള ആളുകൾ. ഇപ്പം ഞാൻ മാത്രമാണെങ്കിൽ എൻ്റെ സ്വഭാവം ഒക്കെയാണ്, പക്ഷെ എന്നാലും ഞാൻ മാത്രം എൻ്റെ കച്ചവടം ഞാൻ മാത്രം ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും ഞാൻ ചെയ്യുക? പറ ഞാൻ എന്തായിരിക്കും? എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം ഞാൻ എന്ത് ചെയ്യും? ജോലി കൊടുക്കും. ആണോ അല്ലേ? എൻ്റെ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ പണിക്കെടുക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളായിരിക്കും. ആണോ അല്ലേ? ഇനി എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് മാത്രമേ ഞാൻ വിൽക്കും. എനിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളോട് എന്ത് പറയും? ഇവിടെ സാധനങ്ങൾ ഇന്നില്ല, ഓടോടുന്നു എന്ന് പറയും അല്ലേ? അല്ലെങ്കിൽ ഞാൻ എന്ത് പറയും? ഇനി അത്രയും നിർബന്ധമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഓക്കെ, ഇപ്പോൾ ഈ റിമോട്ട് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഒരാൾ വന്ന് പറഞ്ഞു അവന് ഇഷ്ടമല്ല, ഞാൻ പറയും ഇല്ല പോയിക്കോന്ന് പറയും. ഒരു ചാൻസ് അതാണ്. രണ്ടാമത്തെ, ഈ റിമോട്ടിൻ്റെ വില 50 രൂപയാണ്, ഞാൻ പറയും എന്നാ 500 രൂപയാണെങ്കിൽ തരാം. അപ്പം ഇവിടെ എന്താ നടക്കുന്നത്? ഇവർക്കൊരു ധൈര്യമുണ്ട്. ആരിടപെടുന്നില്ല? ഗവൺമെൻറ് ഇടപെടുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാർക്കറ്റ് എന്താ? വളരെ മോശം പിടിച്ച മാർക്കറ്റാണ്. അതായത് ഇറ്റ് ലീഡ്സ് ടു മാർക്കറ്റ് ഫെയിലിയറിലേക്ക് അത് ലീഡ് ചെയ്യും. എന്താണ് ഈ മാർക്കറ്റ് ഫെയിലിയറിലേക്ക് ലീഡ് ചെയ്യാന്ന്? മാർക്കറ്റ് പൊടിഞ്ഞു പോകുന്ന അർത്ഥം. അതായത് കുറച്ചാളുകൾ മാത്രം റിച്ച് ആയിട്ടുള്ള, അതായത് ഇറ്റ് ലീഡ്സ് ടു മാർക്കറ്റ് ഫെയിലിയർ. ഓൺലി റിച്ച് പീപ്പിൾ സർവൈവ്, അല്ലെങ്കിൽ ഓൺലി സർവൈവ്. റിച്ച് ആയിട്ടുള്ള ആളുകൾ മാത്രം സർവൈവ് ചെയ്യുക. അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? പറ. നോ എക്കണോമിക് വെൽഫെയർ എന്ന് പറഞ്ഞ സാധനം അവിടെ ഇല്ല. തോന്നിയ പോലെ. കാരണം എന്താ? പ്രൈവറ്റ് ആളുകളാണ്. അവർ തോന്നിയ പോലെ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താ? ബിക്കോസ് ദേ ആർ profit motives. Because they have profit motive. അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ? പ്രോഫിറ്റ് ഇടണം എന്ന് മാത്രമേ ഉള്ളൂ. പറ. ഇപ്പം നിങ്ങളോട് ചോദ്യം ഇതാണ്, ആഡം സ്മിത്ത് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? ആഡം സ്മിത്തിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും? ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. കാരണം എന്താ? അയാൾ പറഞ്ഞത് പ്രകാരം ഇതാണെങ്കിൽ ഇത് മൊത്തം മൂഞ്ചും. ശ്രദ്ധിച്ചോ? ആഡം സ്മിത്ത് മൂഞ്ചാൻ പറ്റുന്ന ഒരു പ്രത്യേക സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സാറേ എന്താണ് ആ സാഹചര്യം? ശ്രദ്ധിച്ചോ? 1930. എന്താണ് 1930 ഉണ്ടായത്? ദ ഗ്രേറ്റ് ഡിപ്രഷൻ. ശ്രദ്ധിക്കണേ, നിങ്ങൾ ഓൾറെഡി ഇത് പഠിച്ചിട്ടുണ്ട്. എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? പറ, എവിടെയാണ് പഠിച്ചിട്ടുള്ളത്? ബിസിനസ് സൈക്കിൾ പഠിച്ചിട്ടുണ്ട്. ദ ഗ്രേറ്റ് ഡിപ്രഷൻ. സാർ എന്താ ഗ്രേറ്റ് ഡിപ്രഷനും ആഡം സ്മിത്ത് പറഞ്ഞു തമ്മിലുള്ള ബന്ധം എന്താ? ശ്രദ്ധിച്ചോട്ടാ. ഇത് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ മുന്നേ ആഡം സ്മിത്ത് വലിയ വർത്താനം പറഞ്ഞാണ്. എന്ത്? നമുക്ക് ആദ്യത്തെ സ്ലൈഡിലേക്ക് തന്നെ പോവാം. ശ്രദ്ധിച്ചോ? ആഡം സ്മിത്ത് എന്താ പറഞ്ഞത്? ഓക്കെ, ഇത് മാർക്കറ്റ് ഞങ്ങൾ നോക്കും, ആരിടപെടണ്ട? ഗവൺമെൻറ് ഇടപെടണ്ട. ആരാ പറഞ്ഞ്? ആരാ പറഞ്ഞ്? ആഡം സ്മിത്ത്. മാർക്കറ്റ് ഞങ്ങൾ നോക്കി, നിങ്ങളെ വേറെ പണി നോക്കി, രാജ്യത്തിൻ്റെ രക്ഷിക്കാൻ നോക്കും, അല്ലെങ്കിൽ റോഡ് ഉണ്ടാക്കും, ഹോസ്പിറ്റൽ ഉണ്ടാക്കും, അതൊക്കെ ചെയ്തു, കച്ചവടം ചെയ്യണ്ട. എന്നിട്ട് പറഞ്ഞാൽ ആരെ ഒഴിവാക്കി? നമ്മളെ പാവം ഗവൺമെൻറ്റിനെ ഒഴിവാക്കി. നോക്കിട്ട ഇത് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ ആഡം സ്മിത്തിനെ വിശ്വസിച്ച ആളുകളൊക്കെ എന്ത് ചെയ്യും? പറ്റിക്കപ്പെട്ടു. ഈ എടുക്കണ മയ്യത്ത് ആരുതെന്ന് വെച്ചാൽ ആഡം സ്മിത്തിൻ്റെ എന്ന് വിചാരിച്ചു. അതായത് ഇത് ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ ആഡം സ്മിത്ത് എന്ത് ചെയ്തു? മൂഞ്ചി എന്നാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. സാറേ അതെന്താ അങ്ങനെ? വെയിറ്റ്. ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തിക മാന്ദ്യം. എല്ലാവരും എന്ത് ചെയ്യാണ്? പൈസ ഇല്ലാണ്ട് കിടന്ന് കഷ്ടപ്പെട്ട് അങ്ങനെ ജീവിക്കുന്നൊരു സമയമാണ്. ആണോ അല്ലേ? ആ സമയത്ത് ഒന്ന് ആലോചിച്ചു. ശ്രദ്ധിക്കട്ടെ എല്ലാവരും ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ശ്രദ്ധിക്കണേ. ഗ്രേറ്റ് ഡിപ്രഷൻ വന്ന സമയത്ത് ഞാനും നിങ്ങളൊക്കെ കച്ചവടം ചെയ്യാം. നമ്മളിങ്ങനെ ഇരിക്കുക. എങ്ങനെ? നമുക്ക് ലാഭമില്ല, നഷ്ടം മാത്രം. ആർക്കാരും സാധനം വാങ്ങുന്നില്ല, കാരണം ആർക്കും പൈസ ഇല്ല. നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് നോക്കിയോ, അപ്പം അവനെ നമ്മളെക്കാൾ മോശം സ്ഥിതിയിൽ നമ്മൾ അവനെ പോയി സഹായിക്കുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ സഹായിക്കൂല. അതായത് പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം കച്ചവടം ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ എടുക്കാം. കാലിക്കറ്റ് എടുക്കുക. കാലിക്കറ്റിൽ ശ്രദ്ധിക്കണേ,
കാലിക്കറ്റിൽ കുറച്ച് ആളുകൾ ഇതാ കച്ചവടം ചെയ്യുന്നു. ഇതാ കുറച്ച് ആളുകൾ ഇങ്ങനെ കച്ചവടം ചെയ്യും. ഇനി പറ, ഇവരൊക്കെ പ്രൈവറ്റ് ആയിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരു കട പൂട്ടിയ മക്കളെ വാ നമുക്ക് എല്ലാവരും കൂടി ഇവനെ സഹായിക്കാന്ന് പറഞ്ഞിട്ട് ഇവർ പോവോ? ഇല്ല. പ്രൈവറ്റ് പേഴ്സൺസിന് അത്ര ഇല്ല. സ്വന്തം കാര്യം സിന്ദാബാദ്. നിങ്ങളങ്ങനെ നമ്മളങ്ങനെ കാരണം നമ്മളങ്ങനെ ചെയ്യൂല. കാരണം ഒന്നാമത് അവർ നമ്മളെ കോമ്പറ്റീറ്ററാണ്. അപ്പോൾ അവൻ പോണതാണല്ലേ. അപ്പം ഇങ്ങനത്തെ ഒരു മുടിഞ്ഞ കാലത്ത് നമ്മൾ ഒപ്പമുള്ള ആരെങ്കിലും നമ്മൾ സഹായിക്കും. അപ്പം ആര് പറഞ്ഞത് അവിടെ വർക്കൗട്ട് ആവില്ല? ആഡം സ്മിത്ത് പറഞ്ഞ് വർക്കൗട്ട് ആവില്ല. ആഡം സ്മിത്ത് എന്താ പറഞ്ഞത്? മാർക്കറ്റല്ലേ, അത് ഞങ്ങൾ നോക്കിക്കൊണ്ട് നിങ്ങൾ ആരിടപെടണ്ട, ഗവൺമെൻറ് ഇടപെടണ്ട. ഇനി പറയാം, ഇങ്ങനെ ഇവിടെ ചത്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഇവിടെ മൂഞ്ചി കിടക്കുന്ന ഒരുപാട് കച്ചവടക്കാർ ഇങ്ങനെ എടുക്കുമ്പോൾ അവരാരും എന്ത് ചെയ്യൂല, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിക്കൂല. കാരണം അവരോ നശിച്ച് നാറാണം കല്ല് എടുത്തിരിക്കുക. പിന്നെ അവിടെ സഹായിക്കാൻ നിൽക്കുമോ? ഇല്ല. അപ്പം അവിടെ ഒരു മായാവിയെ പോലെ പറ ഒരാളെന്ത് ചെയ്യാണ്, കടന്നു വരിക. ആരാണത്? ഗവൺമെൻറ് കടന്നു വരുമ്പോൾ കുറേ ആളുകൾ എന്താണ് കമ്പനിയൊക്കെ എന്ത് ചെയ്യണേ, ഷട്ട് ഡൗൺ ചെയ്ത് പോയിട്ടുണ്ട്. കുറേ ബിസിനസ് ഷട്ട് ഡൗൺ ചെയ്ത് പോകുന്നുണ്ട്. പുതിയ ആളുകൾ കച്ചവടം ചെയ്യാൻ പേടിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ് പറയാണ്, മക്കളെ ഒന്നും പേടിക്കണ്ട, ഞാനുണ്ട്. ഐ വിൽ ഗീവ് യു സബ്സിഡീസ്, അല്ലെങ്കിൽ ഐ വിൽ ഗീവ് യു ഇൻസെൻറ്റീവ്സ്. ഞാൻ നിങ്ങളെ സഹായിക്കാം, ഞാൻ നിങ്ങൾക്ക് അത് തരാം, ഞാൻ നിങ്ങൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ തരാം, നിങ്ങൾ എന്ത് ചെയ്യൂ, കച്ചവടം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ആര് സഹായിക്കുകയാണ്? ഗവൺമെൻറ് സഹായിക്കുകയാണ്. ദ ട്വിസ്റ്റ്, ആഡം സ്മിത്ത് ഈ പടി കടക്കരുത്, ലൈസസ് ഫെയർ, ഈ പടി കടക്കരുത് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആര് നമ്മളെ രക്ഷകനായിട്ട് വരികയാണ്? പറ, ആര് വരികയാണ്? ഗവൺമെൻറ് നമ്മുടെ രക്ഷകനായിട്ട് വരികയാണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? അപ്പോൾ എൻ്റെ ചോദ്യം, ഈ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നതോടുകൂടെ ആര് അടപടലം മൂഞ്ചി? ആഡം സ്മിത്ത് അടപടലം മൂഞ്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ആഡം സ്മിത്തിന് ഇനി നമുക്ക് ആവശ്യമില്ല. കാരണം എന്താ, ഒരു പ്രശ്നം വന്നപ്പോൾ ഗവൺമെൻറ്റിന് വേണ്ടി വന്നു. ആഡം സ്മിത്ത് പറഞ്ഞ എന്താ, ഗവൺമെൻറ് വരാൻ പാടില്ല, ഗവൺമെൻറ് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞു. ക്ലിയർ ആണോ? ഇനി ശ്രദ്ധിക്കണേ, ഞാനിവിടെ വേറെ കൺക്ലൂഷൻ ഉണ്ട്. ഗ്രേറ്റ് ഡിപ്രഷൻ വന്നപ്പോൾ ഉള്ളൊരു കൺക്ലൂഷൻ ഞാൻ ഇവിടെ എഴുതുകയാണ്. കൺക്ലൂഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. ഇവിടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നതാണ് നല്ലത്? അതായത് ഇത്രയും കച്ചവടക്കാരിങ്ങനെ പൊളിഞ്ഞ് പാളീസായിട്ട് നിൽക്കുകയാണല്ലോ. ഗവൺമെൻറ് പറയാണ്, ഒരു കാര്യം ചെയ്യ്, നിങ്ങളൊക്കെ മാർക്ക്, ഞങ്ങൾ കുറേ കച്ചവടം ചെയ്യാം. ഒരു ഗവൺമെൻറ് ഔട്ട്ലെറ്റുകൾ, സ്ഥലത്ത് ഗവൺമെൻറ് റേഷൻ കട, അങ്ങനത്തെ കുറേ ഗവൺമെൻറ് സാധനങ്ങൾ മൊത്തം നിരത്തുന്നതാണോ നല്ലത്? ഗവൺമെൻറ് പറയണം, നിങ്ങൾ ചെയ്തോ, ഞങ്ങൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഏതാ നല്ലത്? ദ ബെറ്റർ ഓപ്ഷൻ ഈസ് 2. രണ്ടാമത്തെ ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. കാരണം എന്താ, നമ്മളെ സഹായിക്കണം, നിങ്ങൾ ചെയ്തോ, ഞാൻ സഹായിക്കണം. മറ്റെന്താ, നമ്മളെ റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ എന്താ അവസ്ഥ? നമ്മൾ ആദ്യത്തെ നശിച്ച അവസ്ഥ റീപ്ലേസ് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും അവസ്ഥയെ തുടരുകയാണ്. അപ്പോൾ കൺക്ലൂഷൻ എന്താ വെച്ചാൽ, ഗവൺമെൻറ് ആക്ട് ആസ് മായാവിയെ പോലെ സഹായിക്കും. ഗവൺമെൻറ് ആക്ട് ആസ് മായാവി എന്നല്ല ഇതാ, ഗവൺമെൻറ് ആക്ട് ആസ് കോംപ്ലിമെൻ്ററി. എന്താ കോംപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ, ഗവൺമെൻറ് നമ്മളെ കൂടെ ഒരുമിച്ച് കോംപ്ലിമെൻ്റ് ആയിട്ട് ചേരും. നോട്ട് ആസ് എന്തല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടല്ല, എങ്ങനെയായിട്ടാണ്? കോംപ്ലിമെൻ്ററി ആയിട്ട് നമ്മളോട് കൂടെ നിൽക്കും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ആഡം സ്മിത്ത് മൂഞ്ചി. ആഡം സ്മിത്തിൻ്റെ എന്താ പറയുക, വാക്കുകളും അല്ലെങ്കിൽ ആഡം സ്മിത്തിൻ്റെ ഐഡിയോളജികളും ഒക്കെ മൂഞ്ചി. അപ്പോൾ ഇനി പുതിയൊരാൾ വരാം, നായകൻ വീണ്ടും വരാം. റിച്ചാർഡ് മസ്ഗ്രേവ്. കഥ മാറിട്ടോ, പുതിയ ആൾ വന്നു. റിച്ചാർഡ് മസ്ഗ്രേവ് കണ്ടോ, റിച്ചാർഡ് മസ്ഗ്രേവ് വരികയാണ്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിട്ട് റിച്ചാർഡ് മസ്ഗ്രേവ് വരികയാണ്. ഓക്കെ, റിച്ചാർഡ് മസ്ഗ്രേവ് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ശ്രദ്ധിച്ചോ. ഗവൺമെൻറ്റിൻ്റെ പണി, റിച്ചാർഡ് മസ്ഗ്രേവ് പറയാണ്, ഗവൺമെൻറ്റിൻ്റെ പണി എന്താണെന്നുള്ളത് മൂപ്പര് പറയുന്നുണ്ട്. ഏത് വർഷം? 1959 മൂപ്പര് ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. ആ ബുക്കിൻ്റെ പേരാണ് തിയറി ഓഫ് പബ്ലിക് ഫിനാൻസ്. മൂപ്പര് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഗവൺമെൻറ്റിൻ്റെ പണി എന്താണെന്ന് വെച്ചാൽ 3 ആക്കിയിട്ട് മൂപ്പര് തരം തിരിച്ചു. ഗവൺമെൻറ് പണി എവിടെ? അതായത് ഗവൺമെൻറ് ഇൻ മാർക്കറ്റിൽ ഗവൺമെൻറ്റിൻ്റെ പണി എന്തൊക്കെയാണെന്നുള്ളത് ആര് റിച്ചാർഡ് മസ്ഗ്രേവ്
നമ്മൾ ഇനി ആഡം സ്മിത്തിനെ നോക്കിയേ വേണ്ട. അപ്പോൾ ഇയാളുടെ ബുക്ക് ഏതാ? തിയറി ഓഫ് പബ്ലിക് ഫിനാൻസ്. ഫസ്റ്റ് വൺ ആണ് റിസോഴ്സ് അലോക്കേഷൻ. സാർ ഇത് എന്താക്കാണ്, പേടിക്കണ്ട, നമ്മൾ ഈ പറയാൻ പോകുന്ന കാര്യമാണ് റിസോഴ്സ് അലോക്കേഷൻ. ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. സാർ ഇതൊക്കെ എന്താണ്? എടാ വെയിറ്റ് ചെയ്യടാ, നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്ന കാര്യമാണ് ഇൻകം റീഡിസ്ട്രിബ്യൂഷൻ. ഇനി മൂന്നാമതാണ് സ്റ്റെബിലൈസേഷൻ. ഇതൊക്കെയാണ് ഗവൺമെൻറ് ഇൻ മാർക്കറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻ എക്കണോമി. ഒരു എക്കണോമിയിൽ ഗവൺമെൻറ് പണി എന്തൊക്കെയാണെന്നുള്ളതാണ്. സാറേ എന്താണിത്? അതാണ് ഇനി പറയാൻ പോകുന്നത്. നമുക്ക് ആദ്യം എന്ത് പറയാം? റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറയാം. എന്താണ് റിസോഴ്സ് അലോക്കേഷൻ? റിച്ചാർഡ് മസ്ഗ്രീവ് വന്നു, ഒരു ബുക്ക് എഴുതിയിട്ടുണ്ട്. ആ ബുക്കിൽ ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിൽ എക്കണോമിയിൽ ഗവൺമെൻറ് വർക്ക് ചെയ്യുന്ന ഈ 3 കാര്യങ്ങളാണെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, ഞാൻ സമ്മതിച്ചു തന്നു, നിങ്ങൾ സമ്മതിച്ചു തന്നു. സാറേ ഇനി 3 എന്താ ശ്രദ്ധിച്ചു? ഇനി ഈ യൂണിറ്റിൽ ഈ 3 കൂടി പറഞ്ഞാൽ ഈ യൂണിറ്റിനെ 90% തീർന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ശ്രദ്ധിച്ചോ 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 ശ്രദ്ധിച്ചോ. ഓക്കെ, റിസോഴ്സ് അലോക്കേഷൻ അല്ല, നിങ്ങൾ ഇതിക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യുക. റിസോഴ്സ്, എല്ലാവരും റിസോഴ്സ് എന്താണ് സാറേ? റിസോഴ്സ് ഇത് വിട്ട് അലോക്കേഷൻ ഒഴിവാക്കിയിട്ട് റിസോഴ്സിനെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും കേട്ടിട്ടുണ്ട്? ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, റിസോഴ്സസ് ആർ ലിമിറ്റഡ്, വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. റിസോഴ്സ് ആർ ലിമിറ്റഡ്, എന്താണ്? വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. ഇനി റിസോഴ്സ് അലോക്കേഷൻ എന്താണ്? അപ്പോൾ അതായത് ഞാൻ പറഞ്ഞു വന്നത് അതായത് രമണ, നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം റിസോഴ്സുകൾ വളരെ കുറവേ ഉള്ളൂ, കുറച്ച് റിസോഴ്സേ ഉള്ളൂ ഇവിടെ മൊത്തം, ലോകം മൊത്തം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം. നിങ്ങൾ വീടെടുത്ത് നോക്കാം. നിങ്ങൾക്ക് ജസ്റ്റ് പറയാം, വീട്ടിൽ ഇപ്പോൾ ഇപ്പോൾ കുറച്ച് അരിപ്പൊടി ഉണ്ട്. അരിപ്പൊടി വെച്ചിട്ട് നിങ്ങൾക്ക് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ദോശ, അങ്ങനെ എക്സെട്ര ബാക്കിയുള്ള കുറച്ച് സാധനങ്ങൾ ഇവിടെ ഞാൻ പറഞ്ഞു. ഇതൊക്കെ എന്താണ്? ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. പക്ഷെ നിങ്ങൾ വീട്ടിലുള്ള അരിപ്പൊടി ലിമിറ്റഡ് ആയിരിക്കും, കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ നിങ്ങളുടെ വാണ്ട്സ്, നിങ്ങൾക്ക് ദോശ വേണ്ടി വരും, പുട്ട് വേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിനെക്കുറിച്ച് എന്തൊക്കെയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത് അതൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ വാണ്ട്സ് എന്താണ്? അൺലിമിറ്റഡ് ആണ്. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. നമ്മൾ ആലോചിച്ച് നോക്കി, ഇവിടെ ആകെ അരിപ്പൊടിയേ ഉള്ളൂ, കുറച്ച് അരിപ്പൊടിയേ ഉള്ളൂ. ഈ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിലേറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം നമ്മൾ ചൂസ് ചെയ്യണം. കാരണം എന്താണ്? റിസോഴ്സിലൂടെ ലിമിറ്റഡ് ആടാ. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ആർഭാടം കാണിക്കാനുള്ളതൊന്നുമില്ല. ഇനി ഒരുത്തം കാട്ടുകയാണ്, ഉള്ള അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വീട്ടിൽ ആകെ തന്നെ നമ്മൾ കുറച്ച് അരിപ്പൊടിയുള്ളത്, അവൻ എന്ത് ചെയ്തു? അരിപ്പൊടി വെച്ചിട്ട് എന്താണ് വേറെ എന്തെങ്കിലും അരിപ്പൊടി വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? മാവൊക്കെ ഉണ്ടാക്കി വെറുതെ കുഴച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് അതെങ്ങാൻ വെറുതെ വെള്ളമാക്കി എടുത്ത് ഒരു ബോളൊക്കെ ആക്കി അതിന് തട്ടി കൊട്ടി കളിക്കുക. നമ്മൾ ഉമ്മാരായിട്ട് കണ്ട അവനെ അടിച്ച് പരിപ്പിളക്കി ഇടണം. കാരണം എന്താ? ഇവിടെ റിസോഴ്സ് ആർ ലിമിറ്റഡ്. ഉമ്മക്കത് അറിയാം, ഉമ്മ നമ്മൾ അടിച്ച് ഓടിക്കും. ആണോ അല്ലേ? നമ്മൾ ആലോചിച്ചു, ഇത്ര വീട്ടിൽ തന്നെ റിസോഴ്സുകൾ വളരെ കുറവാണ്. ആണോ അല്ലേ? വളരെ കുറവാണ്, കുറച്ച് റിസോഴ്സ്. ഇപ്പോൾ നമ്മളൊരു എക്കണോമിയിൽ നോക്കുകയാണെങ്കിൽ അരിപ്പൊടി എന്നുള്ള സ്ഥലത്തേക്ക് ബാക്കി സാധനങ്ങൾ, വെള്ളം, വായു, ലാൻഡ്, ഇതൊക്കെ ലിമിറ്റഡ് ആണ്. ഇതൊക്കെ മര്യാദക്ക് എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. ആണോ അല്ലേ? അപ്പം ഇതിൽ അലോക്കേറ്റ് ചെയ്യൽ എങ്ങനെയാണ് എന്നുള്ളതാണ് ആരുടെ പണി? ഗവൺമെൻറ്റിൻ്റെ പണി. ഇപ്പം നമ്മളിവിടെ പറയാൻ പോകുന്നത് റിസോഴ്സ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്രൈവറ്റിലേക്ക് ഒരു സാധനങ്ങൾ റിസോഴ്സ്, ഒരു മാർക്കറ്റ് പ്രൈവറ്റ് ആയിരിക്കും. ജസ്റ്റ് ഞാൻ പറയാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമ്മൾ ആഡം സ്മിത്ത് വീണ്ടും ഫീൽഡ് ഔട്ട് ആയ ഒരുത്തനായിട്ടുള്ള ആഡം സ്മിത്തിനെ വീണ്ടും ഇങ്ങോട്ട് കൊടുത്തു. ഞാൻ വീണ്ടും ഫീൽഡ് ഔട്ട് ആക്കുകയാണ്. അതായത് ആഡം സ്മിത്തിന് ഇങ്ങോട്ട് കൊടുന്നു. ഞാൻ പറഞ്ഞു, ആഡം സ്മിത്ത് പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ കച്ചവടം ചെയ്ത് നോക്ക്. ജസ്റ്റ് ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഫർണിച്ചർ ഉണ്ടാക്കുന്ന ഒരു കടക്കാരൻ ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ അവർ മരം വെട്ടും. ഒന്ന് ആലോചിക്കുക, അവർക്ക് പ്രോഫിറ്റ് മോട്ടീവാണ്. അവർ മരം നിരത്തി ഫുള്ളാണ്ട് വെട്ടിക്കളഞ്ഞിട്ട് എന്താ കിട്ടുക? വെട്ടിക്കളഞ്ഞ എന്താ അവസ്ഥ? വെട്ടിക്കളഞ്ഞ എന്താ അവസ്ഥ? പിന്നെ റിസോഴ്സ് ഉണ്ടാവില്ല. പിന്നെ അടുത്ത തലമുറക്ക് പറ്റൂല, അടുത്ത തലമുറ ബുദ്ധിമുട്ടും. ക്ലിയർ ആണോ?
ഇനി പുഴയുടെ അടുത്തൊരു ഫാക്ടറി ഉണ്ടെങ്കിൽ ഇവർ പൊല്യൂഷൻ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും, ചെയ്യൂലേ? അപ്പോൾ ഇവിടെ ഉള്ള വിഷയം എന്ന് വെച്ചാൽ ഇതൊക്കെ കുറവാണ്. അത് ആർക്കറിയാം? ഗവൺമെൻറ്റിന് അറിയാം. ഗവൺമെൻറ് എന്ത് ചെയ്യണം? പറ. ഗവൺമെൻറ് എന്ത് ചെയ്യണം? റിസോഴ്സുകൾ ഒപ്റ്റിമം യൂസ് ചെയ്യാൻ പഠിപ്പിക്കണം. ഒപ്റ്റിമം യൂസേജ്. സാറേ എന്താണ് ഈ ഒപ്റ്റിമം യൂസേജ് എന്ന് പറഞ്ഞാൽ? ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ അവിടെ എന്തുണ്ടാവില്ല? നോ വേസ്റ്റേജ്. അവിടെ എന്തുണ്ടാവും? എഫിഷ്യൻസി ഉണ്ടാവും. ഇതാണ് റിസോഴ്സ് അലോക്കേഷനിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യം. എന്ത്? ഉള്ള സാധനങ്ങൾക്ക് ഒപ്റ്റിമം, മിനിമം ലെവലിൽ ഭയങ്കര ഒപ്റ്റിമായിട്ട് എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. ഒരു വേസ്റ്റേജ് ഉണ്ടാവില്ല. അപ്പോൾ വേസ്റ്റേജ് ഇല്ലെങ്കിൽ എന്തായി? എഫിഷ്യൻസി വന്നു. ക്ലിയർ ആണോ? അതായത് ഇപ്പോൾ ഫർണിച്ചറിലാണെങ്കിൽ ആവശ്യത്തിനുള്ള മരം മാത്രം വെട്ടുക. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരു ഇരിക്കുന്ന കസേര ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ അവിടെ എന്ത് ചെയ്യരുത്? കസേര ഉണ്ടാക്കുമ്പോൾ ഫർണിച്ചർ ഉണ്ടാക്കിയ പാട്ടല്ലാതെ ബാക്കി പാട്ടുകളൊക്കെ വേസ്റ്റാണ്. അത് ആണ്ട് ഒഴിവാക്കിയത്. അത് വെച്ച് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. കാരണം കുറേ ആളുകൾക്ക് പല ആവശ്യങ്ങളുണ്ട്. അതൊക്കെ നിറവേറ്റാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാം. അതാണ് ഗവൺമെൻറ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? ഗവൺമെൻറ് ആദ്യമായിട്ട് ഇടപെട്ട് ചെയ്യുന്ന കാര്യം. റിസോഴ്സുകൾ എന്ത് ചെയ്യണം? നന്നായി കീപ്പ് ചെയ്യണം. കാരണം അത് കുറവാണ്. നമ്മൾ പറയുന്നത് ഓക്കെ റിസോഴ്സ് അലോക്കേഷൻ. അപ്പോൾ റിസോഴ്സ് അലോക്കേഷൻ നന്നായിട്ട് നടക്കണം. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം? സാറേ റിസോഴ്സ് അലോക്കേഷൻ തോന്നിയ പോലെ അങ്ങനല്ലേ? അങ്ങനെ എന്താ പ്രശ്നം? അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രശ്നങ്ങളാണ് പറയുന്നത്. അതായത് പ്രോബ്ലംസ് ഡ്യൂ ടു ഇൻഎഫിഷ്യൻ്റ് റിസോഴ്സ് അലോക്കേഷൻ. സാറേ എന്താ പ്രശ്നം? ഫസ്റ്റ് കാര്യം ശ്രദ്ധിച്ചോ. ഇൻഎഫിഷ്യൻ്റ് റിസോഴ്സ് അലോക്കേഷന് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതായത് മര്യാദക്കൊന്നും എന്ത് ചെയ്യുന്നില്ല, റിസോഴ്സുകൾ ലിമിറ്റഡ്, കുറച്ച് സാധനമേ ഉള്ളൂ. അത് മര്യാദക്ക് കണക്കാക്കിയിട്ടില്ലെങ്കിൽ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഒരു മോണോപോളി ഉണ്ട്. മുകേഷ് അംബാനിയാണ് ചോദിച്ചു. അയാൾ മാത്രമാണ് ചോദിച്ചു. അയാളത്ത് മാത്രമേ റിസോഴ്സ് ഉള്ളൂ. എന്നാലോചിച്ചത് അയാൾ എന്ത് ചെയ്യും? ഉണ്ടാക്കുന്ന സാധനങ്ങൾ റെസ്ട്രിക്റ്റ് ചെയ്യും. ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ്. പ്രൈസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സാർ എന്താണ് ഈ പറയുന്നത്? പറഞ്ഞുതരാം. മുകേഷ് അംബാനിൻ്റെ അടുത്ത് മാത്രമാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ, മോണോപോളി ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാൾ എന്ത് ചെയ്യില്ല? ആലോചിച്ചു. നമുക്ക് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ചൊറയാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബിസിനസ്സിൽ പുതിയ പ്രൊഡക്ഷൻ ഉണ്ടാക്കി പറയുമ്പോൾ വാങ്ങാൻ ആളുകൾ ഉണ്ടെങ്കിലും അതിന് റിസ്ക് ഉണ്ട്. എന്താണ് സാറേ റിസ്ക്? പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ പുതിയ എംപ്ലോയീസിനെ വെക്കണം. എംപ്ലോയീസിനെ വെക്കുക പറയുമ്പോൾ തന്നെ അവർക്ക് വേജ് കൊടുക്കുക, അവരുടെ സ്വഭാവത്തിനനുസരിച്ച് നമ്മൾ നിൽക്കുക, നമ്മളെ സ്വഭാവത്തിനനുസരിച്ച് അവർ നിൽക്കുക, അതിൻ്റെ റിസ്ക്. പുതിയ ബിൽഡിങ്, പുതിയ മെഷീന്, അത് കുറേ സാധനങ്ങൾ വാങ്ങണം. അപ്പോൾ അതിനെക്കാട്ടി നല്ല എന്താ? മോണോപോളി ആയിട്ടുള്ള ഒരാൾ എന്ത് വിചാരിക്കും? വേണ്ട പണ്ടാരം പുല്ല്, ഇത്രയും ആൾക്കാരെ കൊണ്ടുവരണം, ഇത്രയും ബിൽഡിങ് കൊണ്ടുവരണം, ഇത്രയും മെഷീൻസ് വേണം, ഇത്രയും പ്രൊഡക്ഷൻ ഉണ്ടാക്കണം, വേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയാൽ മതി. എന്നിട്ട് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് റിസ്ക്. അപ്പോൾ സാറങ്ങൾ വിചാരിക്കും. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സാറേ അവർ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കി അവർക്ക് ലാഭം ഉണ്ടാവും. ഇവിടെ മോണോപോളിയാണ്, ഒരൊറ്റ ആളാണ്. എന്ത് ചെയ്യും? പ്രൈസ് അങ്ങോട്ട് കൂട്ടും. പ്രൈസ് നല്ല ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നിങ്ങളത് ആലോചിച്ച് നോക്ക്. ഇവിടെ റിസോഴ്സ് ഒരാളെടുത്ത് മാത്രമായുണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. പ്രോബ്ലം മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഈ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്ത് പ്രോബ്ലം? മാർക്കറ്റ് ഫെയിലിയർ. എന്താണ്? ആ മാർക്കറ്റ് ഫെയിൽ ആവും. സാർ എങ്ങനെയാണ് മാർക്കറ്റ് ഫെയിൽ ആവുക? ചിലപ്പോൾ നിങ്ങളോ ഞാനോ പോയിട്ട് ആ സാധനം വാങ്ങാൻ പോകുമ്പോൾ രണ്ട് പ്രശ്നം ഉണ്ടാവുക. ഒന്ന്, ആ സാധനം ഉണ്ടാവില്ല. രണ്ടാമത്തെ, ആ സാധനത്തിന് വലിയ വിലയായിരിക്കും. വലിയ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ വന്നാൽ എന്താ? വലിയ വില കൊടുക്കേണ്ടി വരും. എസ്പെഷ്യലി മര്യാദക്ക് റിസോഴ്സുകൾ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കാതെ ഒരാളുടെ കയ്യിൽ മാത്രം വന്നാൽ ഈ പ്രശ്നം ഉണ്ടാവും. ക്ലിയർ ആണോ? രണ്ടാമത്തെ കാര്യമാണ് ഫെയിൽ ടു പ്രൊവൈഡ് കളക്റ്റീവ് പബ്ലിക് ഗുഡ്സ്. സാറേ എന്താണ് ഈ കളക്റ്റീവ് പബ്ലിക് ഗുഡ്സ്? ഫെയിൽ ടു പ്രൊവൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കാൻ കഴിയാത്ത, കൊടുക്കുന്ന കാര്യത്തിൽ തോൽക്കുക, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റാത്ത. എന്ത് കളക്റ്റീവ് പബ്ലിക് ഗുഡ് എന്ന് എന്താ? കളക്റ്റീവ് പബ്ലിക് ഗുഡ്സ് എന്ന് എന്താ? പറ. കളക്റ്റീവ് പബ്ലിക് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടം, എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കുന്ന സാധനം. റോഡ്, ബ്രിഡ്ജ്, ഇത് നമ്മുടെ കുടുംബ സ്വത്തല്ല, എല്ലാവരും കൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്ന. അപ്പോൾ എന്താ? അതാരും എന്ത് ചെയ്യൂല? പ്രൈവറ്റ് ആണെങ്കിൽ ആരും എന്ത് ചെയ്യില്ല? പറ. ആരും എന്ത് ചെയ്യില്ല? ഉണ്ടാക്കില്ല. ആർക്കും അത് ഉണ്ടാക്കാൻ ഒരു മൂടുണ്ടാവില്ല. കാരണം എന്താ? പറ. കാരണം എന്താ? അതെല്ലാവരും കുടുംബ സ്വത്താണ്.
ക്ലിയർ ആണോ? അതായത് കൺസംഷൻ, ഇതിന് കൺസംഷൻ എന്തായിരിക്കും പറ, കൺസ്യൂംഡ് ബൈ എവരി വൺ, എല്ലാവരും കൂടി ഒരുമിച്ച് കൺസ്യൂം ചെയ്യാം. അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും? ഓക്കെ, അതിൻ്റെ പരിപാടി വേണ്ട, ചൊറയാണ് എന്ന് പറയും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ വീട് വൃത്തിയാകുന്നതിൽ നിങ്ങൾക്ക് വീട് വൃത്തിയായി കിടക്കുന്നതിൽ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ റോഡ് വൃത്തിയായി എടുക്കണമെങ്കിൽ അപ്പം നിങ്ങൾ പറയും ഇവിടുത്തെ എന്താണ് പണ്ടാരം പിടിച്ച പ്രസിഡന്റ് ആരാ അല്ലെങ്കിൽ ഇവിടെ MP ആരാന്ന് പറയും. കാരണം നിങ്ങൾക്ക് അറിയാം അതൊരു പബ്ലിക് ഗുഡാണ്, അല്ലേ? ആണോ? അല്ലേ? അത് പ്രൈവറ്റ് അല്ല. നിങ്ങൾക്ക് അതിൽ എന്തുണ്ട്? അവകാശമുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ അറിയോ? ശ്രദ്ധിക്കണേ, ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഈ റിസോഴ്സുകളൊക്കെ പ്രൈവറ്റിന് കൊണ്ടുപോയി കൊടുത്താൽ അവരെന്ത് ചെയ്യും? ഇതൊന്നും ഉണ്ടാക്കില്ല. കാരണം അത് റിസ്ക്കാണ്, അവർക്ക് അറിയാം. ഇനി അവരുണ്ടാക്കിയാൽ തന്നെ ആലോചിക്കണേ, ഉണ്ടാക്കിയാൽ തന്നെ അവരെന്ത് ചെയ്യും? എൻട്രി ഫീ. സാറേ എൻട്രി ഫീ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ടോൾ ടോൾ ടോള് ടോൾ ഉണ്ടാക്കും. എന്താ ടോൾ എന്ന് പറഞ്ഞാൽ സാധനം പിരിക്കുക, ആൾക്കാരത് പിരിക്കുക. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, എന്തോരം റോട്ട് കൂടി നമ്മൾ ഫ്രീ ആയിട്ട് നടക്കണേ. ഇതൊക്കെ പ്രൈവറ്റ് ആയാൽ നടക്കും മക്കളെ? ഇല്ല. എന്തോരം ആളുകൾക്ക് ഫ്രീ ആയിട്ട് ഹെൽത്ത് സെൻ്ററിൽ നിന്ന് ചികിത്സ കിട്ടും. പ്രൈവറ്റ് ആണെങ്കിൽ നടക്കൂല, നല്ല പണി ഉണ്ടാവും, നല്ല പരിപാടി. 9ാം ക്ലാസ് വരെ നമുക്ക് എന്തുണ്ട്? ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരം നമ്മളെ ഗവൺമെൻറ് തരുന്നുണ്ട്, സൗജന്യ വിദ്യാഭ്യാസം. അപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ അത് നടക്കും തോന്നുന്നുണ്ടോ? നെവർ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് റിസോഴ്സ് മര്യാദക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രശ്നമാണ് പറയണേ. കോമൺ പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്ന അറിയോ? കോമൺ പ്രോപ്പർട്ടി റിസോഴ്സസ് ഓവറായിട്ട് എന്ത് ചെയ്യും? ഓവറായിട്ട് യൂസ് ചെയ്യും. ഓവർ യൂസ്ഡ് അല്ലെങ്കിൽ ഓവർ എക്സോസ്റ്റഡ്. എന്താണ് അതിൻ്റെ അർത്ഥം? ഓവർ യൂസ്ഡ് അല്ലെങ്കിൽ ഓവർ എക്സോസ്റ്റഡ് കാരണം എന്താ അർത്ഥം? കോമൺ അല്ലേ, പ്രോപ്പർട്ടി എല്ലാവരും അല്ലേ. ഫോർ എക്സാമ്പിൾ, ഒരു സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്, നമുക്ക് മൈൻഡിൽ ചില പൊട്ടി തെറിച്ച കുട്ടിയൊക്കെ ഉണ്ടാവും, ഒന്ന് എറിഞ്ഞ് പൊട്ടിച്ചാലോ ഒന്നും. കാരണം എന്താ? അവൻ്റെ ഡാഡിയുടെ അല്ല, കാരണം കോമൺ പ്രോപ്പർട്ടി. അവൻ്റെ വീട്ടിൽ ചെയ്യൂല, TV എറിഞ്ഞ് പൊട്ടിക്കണം തോന്നൂല. മനസ്സിലായോ? അതായത് ഈ സാധനങ്ങളൊക്കെ മര്യാദക്ക് അലോക്കേറ്റ് ചെയ്തിട്ടില്ലേ? സാറേ എങ്ങനെ മര്യാദക്ക് അലോക്കേറ്റ് ചെയ്യാം? ഇത് ഇങ്ങനത്തെ കോമൺ പ്രോപ്പർട്ടി എന്ത് ചെയ്യുക? ഓവർ യൂസ് ചെയ്യുക, ഓവർ എക്സോസ്റ്റ് ചെയ്യുക ഒക്കെ ചെയ്താൽ ശിക്ഷ കൊടുക്കണം. അപ്പം എന്ത് ചെയ്യും? അപ്പം അത് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? ഒരു പ്രശ്നമില്ല, അത് അവിടെ അങ്ങനെ നിലനിൽക്കും. ഗവൺമെൻറ് ഇടപെട്ടിട്ട് എന്ത് ചെയ്യണം? ഓക്കെ, ഇത് ഗവൺമെൻറ്റിൻ്റെയാണ്, ഇത് പ്രശ്നമാണ്, അങ്ങനെ എന്ന് പറയും. അപ്പോഴെന്ന് വെച്ചാൽ ഗവൺമെൻറ് എന്തെങ്കിലും സാധനം കേട് വരുത്തിയാണ്ടല്ലോ പണി പാളും, പിന്നെ പാസ്പോർട്ട് പോകും, അതൊക്കെ പോകും. അപ്പോൾ റിസോഴ്സ് അലോക്കേറ്റ് ചെയ്യാൻ ആര് വേണം? ഗവൺമെൻറ്. ഇങ്ങനെ ഇവിടെ ആരൊക്കെയാണ് റോഡ് കേട്ടിരുത്തുന്നത്? ആരൊക്കെയാണ് എന്താണ് സ്ട്രീറ്റ് ലൈറ്റ് പൊട്ടിക്കുന്നത്? ആരൊക്കെയാണ് അത് ചെയ്യുന്നത്? ഇത് നോക്കും. ക്ലിയർ ആണോ? എസ്പെഷ്യലി ഹർത്താലിനൊക്കെ നിങ്ങൾ അത് കടയിൽ കയറിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗവൺമെൻറ്റിന് എന്തെങ്കിലും സാധനം ഇതാക്കി നിങ്ങളെ പാസ്പോർട്ടാണ് ഇതാക്കും, സീനാണ്. ക്ലിയർ ആണോ? ആസിഫ വധത്തിൻ്റെ കേസിൽ പണ്ടൊരു ആസിഫ വധം സമയത്ത് ഉണ്ടായൊരു പ്രശ്നമാണ്. കുറേ ആളുകൾ അന്ന് പബ്ലിക്കിലാക്കി, പബ്ലിക്കിന് പ്രോപ്പർട്ടി ഇതാക്കി, പബ്ലിക്കിൻ്റെ പ്രോപ്പർട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുത്തിയാൽ സീനാണ്. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? റിസോഴ്സുകൾ അലോക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ ലിമിറ്റഡ് ആണ്, ഇതൊക്കെ മര്യാദ നോക്കി നടത്തണം എന്ന് ആരെ ഏൽപ്പിക്കുകയാണ്? ഗവൺമെൻറ്റിനെ ഏൽപ്പിക്കുകയാണ്. ക്ലിയർ ആണോ? അടുത്താണ് എക്സ്റ്റേണാലിറ്റീസ്. അതെന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എക്സ്റ്റേണാലിറ്റീസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഇത്രേ ഉള്ളൂ. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താ? മൂന്നാമതൊരാൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവുക. ഇപ്പോൾ ഞാനൊരു ഫാക്ടറി നടത്തുകയാണ്. ഫാക്ടറി എങ്ങനെ നടത്തുമ്പോൾ അതിൽ പൊല്യൂഷൻ ഉണ്ടാവും. അതുകൊണ്ട് മൂന്നാമത്തെ ഒരാൾക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് എന്ത്? എക്സ്റ്റേണാലിറ്റീസ്. അപ്പോൾ പ്രശ്നമായതുകൊണ്ട് അതിനെന്ത് വിളിക്കും? നെഗറ്റീവ് എക്സ്റ്റേണാലിറ്റി. അതുകൊണ്ട് ഒരു ഗുണം കിട്ടുകയാണെങ്കിൽ, ഞാൻ ഫാക്ടറി ഉണ്ടാക്കിക്കൊണ്ട് കുറേ ആൾക്ക് ജോലി കിട്ടുകയാണെങ്കിൽ അതൊരു ഗുണമാണ്. അപ്പോൾ അതിനോട് പറയും പോസിറ്റീവ് എക്സ്റ്റേണാലിറ്റീസ് എന്ന് പറയും. ക്ലിയർ ആണോ? ഇനി പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ, വീണ്ടും പ്രൈവറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രം ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ? ഇവിടെ എക്സ്റ്റേണാലിറ്റീസ് ഞാൻ പറഞ്ഞു. അടുത്തൊരു പ്രശ്നമാണ് ഇൻകംപ്ലീറ്റ് ഇൻഫോർമേഷൻ. അവന്മാരെന്ത് ചെയ്യില്ല? ഇൻഫോർമേഷൻ നമുക്ക് മര്യാദക്ക് തരില്ല. അതെന്താ സാർ അങ്ങനെ പറയാൻ കാരണം? അവർക്ക് തരേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യും? പരസ്യം കൊടുക്കും, ഫേക്ക് പരസ്യം കൊടുക്കും. ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ലേ? ഗവൺമെൻറ് ഇടപെട്ടാൽ എന്തായി? അവരെ പിടിച്ച് ജയിലിലിടും. ഇതൊക്കെ എന്താ? ഗവൺമെൻറ് ഇടപെട്ടിട്ടില്ലെങ്കിൽ പ്രൈവറ്റ് ചെയ്യുന്ന അപരാധങ്ങളാണ് ഈ പോയിന്റുകളൊക്കെ. ക്ലിയർ ആണോ? ഇനി അടുത്തതാണ് ഇനീക്വാലിറ്റീസ് ഓഫ്
ഇൻകം ആൻഡ് വെൽത്ത്. സാറേ ഇതെന്താ? അതായത് ഗവൺമെൻറ് നമ്മളെ സഹായിച്ചിട്ടില്ലെങ്കിൽ പണക്കാരെന്നും പണക്കാരാണ്, പാവപ്പെട്ടവരെന്നും പണക്കാരാണ്. സോറി, പാവപ്പെട്ടവരൊന്നും പാവപ്പെട്ടവരാണ്. അതങ്ങനെ കണ്ടിന്യൂ ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇതാണ് എന്ത് പ്രശ്നം. റിസോഴ്സ് അലോക്കേഷൻ ഇന്നെഫക്റ്റീവ് അല്ലെങ്കിൽ ഇന്നെഫിഷ്യൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ എന്താ? പ്രൈവറ്റിനാണ് കൊടുക്കുക. അപ്പോൾ പ്രൈവറ്റിനാണ് കൊടുത്താൽ അത് ഇന്നെഫിഷ്യൻ്റ് ആയി, അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത്? മാർക്കറ്റ് ഫെയിലിയർ ആവും. ക്ലിയർ ആണോ? ക്ലിയർ